ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ വേരിയബിൾസിനെ കുറിച്ചും പൈതൺ ഐഡൻറ്റിഫയേഴ്സിനെ കുറിച്ചുമാണ്. അപ്പോൾ എന്താണ് പൈതൺ വേരിയബിൾ, എന്താണ് പൈതൺ ഐഡൻറ്റിഫയർ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസസ്, എങ്ങനെയാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരിനെയാണ് വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്ത് ഡാറ്റ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിലും മെമ്മറിയിൽ നിന്ന് ലൊക്കേഷൻ എടുത്തിട്ടേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ലൊക്കേഷനും നമ്മൾ നെയിം കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു നെയിമിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന വേരിയബിൾസ്, അത് മെത്തേഡ് ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, ജസ്റ്റ് വേരിയബിൾസ് ആയിക്കോട്ടെ, എന്തായാലും അത് വാല്യൂ ഹോൾഡിംഗ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണോ, വാല്യൂ ഹോൾഡിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ അതിനെ നമുക്ക് പറയാവുന്ന പേരാണ് ഐഡൻറ്റിഫയർ. അപ്പോൾ നമുക്ക് എന്താണ് ഐഡൻറ്റിഫയർ, എന്താണ് വേരിയബിൾ എന്നൊക്കെ നോക്കാം. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസിനോ ഫംഗ്ഷനോ ക്ലാസ്സിനോ മൊഡ്യൂൾസിനോ ഒക്കെ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറയുക. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നമ്മളുടെ കോഡിലുള്ള എൻറ്റിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും റെഫറൻസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഐഡൻറ്റിഫയറിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഐഡൻറ്റിഫയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കേസ് സെൻസിറ്റീവാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സ്മോൾ ലെറ്ററിൽ വേരിയബിൾ എന്ന് എഴുതിയാലും ക്യാപിറ്റൽ ലെറ്ററിൽ വേരിയബിൾ എന്ന് എഴുതിയാലും രണ്ടും ഡിഫറെൻറ്റ് ഐഡൻറ്റിഫയേഴ്സാണ്, രണ്ടും സെയിം അല്ല ഇവിടെ വരുന്നത്. കാരണം അത് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. പിന്നെ വരുന്നത് ആൽഫ ന്യൂമറിക് ആണ്. ഐഡൻറ്റിഫയേഴ്സിനകത്ത് A to Z വരെയുള്ള ലെറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം, 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം, അണ്ടർസ്കോറൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ഡിഫറൻസസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഐഡൻറ്റിഫയേഴ്സിനകത്ത് ഒരിക്കലും നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അറ്റ്, ആംപ്രസൻറ്റ് അങ്ങനത്തെ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ നോ കീവേഡ്സ്. ഐഡൻറ്റിഫയേഴ്സിനകത്ത് പൈതൺ കീവേഡ്സും യൂസ് ചെയ്യാൻ പറ്റില്ല. ഈഫ്, എൽസ്, ഫോർ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന് കേസ് സെൻസിറ്റീവാണ്, പിന്നെ ആൽഫ ന്യൂമറിക് പോസിബിളാണ്, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പോസിബിൾ അല്ല, കീവേഡ്സും പോസിബിൾ അല്ല. പിന്നെ വരുന്നത് വേരിയബിൾസിൻ്റെ കേസാണ്. വേരിയബിൾസ് നമ്മൾ പറഞ്ഞു മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റോറേജ് ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന പേരാണ് വേരിയബിൾസ്. അതിനകത്ത് വാല്യൂസ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പൈതണിനകത്ത് നമുക്ക് എപ്പോഴാണ് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് എപ്പോഴാണോ ഐഡൻറ്റിഫയറിന് അല്ലെങ്കിൽ നമ്മുടെ ആ വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴാണ് ആ വേരിയബിൾ ക്രിയേറ്റ് ആവുള്ളൂ. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഡാറ്റ ടൈപ്പ് ഒന്നും ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ വേരിയബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അസൈൻഡ് വാല്യൂ ആണ്. വേരിയബിൾസ് വാല്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ നമ്പർ ആവാം, സ്ട്രിങ് ആവാം, ലിസ്റ്റ് ആവാം, ഡിക്ഷണറി ആവാം, കെയർ ആവാം, എന്തോ ആവാം. പിന്നെ ഡാറ്റ ടൈപ്പാണ്. വേരിയബിളിനൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ പൈതണിൻ്റെ കേസ് വരുമ്പോൾ അസൈൻഡ് ആയിട്ടുള്ള വാല്യൂ എന്താണോ അത് വെച്ചിട്ടാണ് അവർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് ഡാറ്റ ടൈപ്പാണെന്ന്. നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്കോപ്പാണ്. വേരിയബിളിന് സ്കോപ്പ് ഉണ്ട്. അതിൻ്റെ വിസിബിലിറ്റി എത്രത്തോളമാണ്, ആക്സസിബിലിറ്റി എത്രത്തോളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ സ്കോപ്പ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് വേരിയബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒന്ന് വാല്യൂ അസൈൻഡ് ആയിരിക്കും, പിന്നെ ഡാറ്റ ടൈപ്പ് ബിൽറ്റിനായിട്ട് ഡിറ്റർമിൻഡ് ആയിരിക്കും, പിന്നെ സ്കോപ്പ് അതിൻ്റെ വിസിബിലിറ്റി എത്രത്തോളമാണ്, ആക്സസിബിലിറ്റി എത്രത്തോളാണെന്ന് കാണിക്കാൻ. ഇനി എന്താണ് ഐഡൻറ്റിഫയറും വേരിയബിളും തമ്മിലുള്ള കീ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിംസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്ലാസ്സിന്, മെത്തേഡിന്, വേരിയബിളിന് കൊടുക്കുന്ന നെയിംസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് ലൊക്കേഷൻ്റെ പേരാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയർ യൂസ് ചെയ്യുന്നത് വേരിയബിൾസ് റെഫറൻസ് ചെയ്യാനാണ്. പക്ഷേ രണ്ടും സെയിം അല്ല ആക്ച്വലി മീൻ ചെയ്യുന്നത്. ഐഡൻറ്റിഫയറും വേരിയബിളും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസുകളുണ്ട്. പിന്നെ ഐഡൻറ്റിഫയേഴ്സ് നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയും. വേരിയബിൾസ് നമ്മളങ്ങനെ റീയൂസ് ചെയ്യാറില്ല. ഐഡൻറ്റിഫയറിന് വേണമെങ്കിൽ നമുക്ക് പല വേരിയബിൾസിന്, പല മെത്തേഡ്സിനൊക്കെ വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ വേരിയബിൾസ് ഒരിക്കലും അങ്ങനെ റീയൂസ് ചെയ്യാറില്ല.
പിന്നെ ഐഡൻറ്റിഫയേഴ്സ് പറഞ്ഞാൽ ജസ്റ്റ് പേരാണ്. വേരിയബിൾസ് ആണല്ലോ, അത് വാല്യൂ ഹോൾഡഡ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസും ആണ്. ഐഡൻറ്റിഫയേഴ്സ് ജസ്റ്റ് സിംപ്ലി നെയിംസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ വേരിയബിളിനകത്താണ് ആക്ച്വൽ വാല്യൂസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ പൈതൺ എന്ന് പറയുന്നത് ഒരു ഇൻഫർ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഡാറ്റ ടൈപ്പ് ഏതാണ്, വേരിയബിളിൻ്റെ ടൈപ്പ് ഏതാണെന്ന് മുൻകൂട്ടി ഡിറ്റർമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡിറ്റർമിൻ ചെയ്യാൻ മാത്രം പൈതൺ സ്മാർട്ടാണ്. അതായത് അത്രയും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ വി ഡു നോട്ട് നീഡ് ടു സ്പെസിഫൈ ടൈപ്പ് ഇൻ പൈതൺ. പിന്നെ വേരിയബിൾ നെയിംസ് അല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പോൾ ഈ വേരിയബിൾസ് എങ്ങനെയാണ് നെയിമിങ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെറ്റർ വെച്ചിട്ടോ ഒരു അണ്ടർസ്കോർ വെച്ചിട്ടോ ആവണമല്ലാതെ ഡിജിറ്റ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പേസ് വെച്ചിട്ടോ തുടങ്ങാൻ പാടില്ല. പക്ഷേ രണ്ടിൻ്റെയും ഗ്രൂപ്പ്, ലെറ്റേഴ്സിൻ്റെയും ഡിജിറ്റ്സിൻ്റെയും ഗ്രൂപ്പായിട്ടാണ് വേരിയബിൾസ് പൊതുവേ ഉണ്ടാവാറുള്ളത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ബിഗിൻ ചെയ്യേണ്ടത് ലെറ്റർ വെച്ചിട്ടോ അണ്ടർസ്കോർ വെച്ചിട്ടോ ആണ്. പിന്നെ നമ്മുടെ വേരിയബിളിൻ്റെ നെയിം എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കേസിലാണ് നമ്മൾ പൊതുവെ ഇത്. രാഹുൽ എന്ന് ക്യാപ്സിൽ വെച്ച് എഴുതുന്നത് സ്മോളിൽ വെച്ച് എഴുതുന്നു. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. പിന്നെ ഐഡൻറ്റിഫയർ നെയിമിങ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. വേരിയബിൾ പോലെയൊക്കെ ഉള്ള ഒരു തിങ് തന്നെയാണ് ഐഡൻറ്റിഫയർ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ പറഞ്ഞു. പിന്നെ ഐഡൻറ്റിഫയർ എന്താണ് പ്രോഗ്രാമിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ലിറ്ററൽസ് എന്തോ ആവട്ടെ, മെത്തേഡ് ആവട്ടെ, ക്ലാസ് ആവട്ടെ, അതിന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പേരാണ് ഐഡൻറ്റിഫയർ എന്നുള്ളത്. എന്തൊക്കെ സ്റ്റാൻഡേർഡ്സാണ് ഐഡൻറ്റിഫയറിൻ്റെ കേസിലുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം, അണ്ടർസ്കോറോ അല്ലെങ്കിൽ ഒരു ആൽഫാബെറ്റോ ആയിരിക്കണം. പിന്നെ ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും, പ്രത്യേകിച്ച് ഈ മെയിൻ പേഴ്സൺ ഒഴിച്ച് ബാക്കിയെല്ലാം ലോവർ കേസ് ലെറ്റേഴ്സോ ക്യാപിറ്റലൈസ് ലെറ്റേഴ്സോ ഡിജിറ്റ്സൊക്കെ ആയിരിക്കണം. പിന്നെ വൈറ്റ് സ്പേസും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒന്നും ഇതിനകത്ത് അലോഡ് അല്ല. പിന്നെ ഐഡൻറ്റിഫയേഴ്സിനകത്ത് നമ്മൾ അങ്ങനെ ഒരു വാച്ച് വേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഐഡൻറ്റിഫയേഴ്സ് കേസ് സെൻസിറ്റീവാണ്. ഇപ്പോൾ മൈ നെയിം എന്നുള്ള രണ്ട് രീതിയിൽ എഴുതി കഴിഞ്ഞാൽ സിമിലർ ആണെങ്കിൽ പോലും രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്, A1 2 3, പിന്നെ NN എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ് ഇവിടെ നമുക്ക് കാണാം, 1A, N മോഡുലസ് 4, N9 എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേരിയബിൾസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പൈതണിനകത്ത് ഒരിക്കലും വേരിയബിൾ പ്രിയർ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേരിയബിൾ എപ്പോഴാണോ നെസസറി ആയിട്ട് വരുന്നത് അപ്പോൾ പിടിച്ചിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ആവേണ്ട ആവശ്യമില്ല, കാരണം ഓട്ടോമാറ്റിക്കലി ആ വാല്യൂ ഒക്കെ ഡിക്ലെയർ ആയിട്ട് യൂസ് ആവുന്നതാണ്. പിന്നെ ഈക്വൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും വേരിയബിളിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയാണ് വേരിയബിൾസിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിഫയേഴ്സിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,